ദുഃഖവെള്ളിയാഴ്ച യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെയും പീഡാനുഭവങ്ങളുടെയും അനുസ്മരണ കൊണ്ടാടുന്ന പവിത്രമായ ഒരു ദിനമാണ്. ത്യാഗത്തിൻ്റെയും നിസ്സീമമായ സ്നേഹത്തിൻ്റെയും പ്രതീകമാണ് ദുഃഖവെള്ളി. ലോകത്തിൻ്റെ പാപപരിഹാരത്തിനായി ക്രിസ്തു തൻ്റെ ജീവൻ ബലി നൽകിയ ദിനം. ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു ദുഃഖാചരണമല്ല, മറിച്ച് പ്രത്യാശയുടെയും വിമോചനത്തിൻ്റെയും തുടക്കമാണ്. ശത്രുക്കൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിച്ചുകൊണ്ട് ക്രൂശിലെ കുറ്റപ്പെട്ട ക്രിസ്തു സ്നേഹത്തിന് പുതിയൊരു നിർവചനം നൽകി. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന ആ വാക്കുകൾ ക്ഷമയുടെ ഉത്തമ ഉദാഹരണം കൂടിയാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളെയും കഷ്ടപ്പാടുകളെയും വിശ്വാസത്തോടെ നേരിടാൻ ദുഃഖവെള്ളി നമ്മെ പഠിപ്പിക്കുന്നു. കുരിശുമരണമില്ലാതെ ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന സത്യം ഇത് ഓർമ്മിപ്പിക്കുന്നു. ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴടങ്ങുന്നതിൻ്റെ പ്രാധാന്യം യേശുവിൻ്റെ ജീവിതം കാണിച്ചു തരുന്നു. എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും ജീവിത ലക്ഷ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് കരുണയുടെയും സ്നേഹത്തിൻ്റെയും വെളിച്ചം എത്തിക്കാൻ ഈ ദിനം നമ്മെ പ്രേരിപ്പിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം സമർപ്പിക്കാനും സ്വാർത്ഥത വെടിഞ്ഞ് ജീവിക്കാനും ഈ ഓർമ്മ പുതുക്കൽ നമ്മെ സഹായിക്കട്ടെ. അവർക്കായി തൻ്റെ ജീവിതം നൽകിയതിനേക്കാൾ വലിയ സ്നേഹം ആർക്കുമില്ല. സമാധാനപൂർണമായ ഒരു ദുഃഖവെള്ളിയുടെ അന്തസ്സത്തെയാണിത്. കാരുണ്യവാനായ ദൈവമേ, ലോകത്തിൻ്റെ പാപങ്ങൾ ചുമലിലേറ്റി സ്നേഹത്തിൻ്റെ ബലിയായി കുരിശിൽ മരിച്ച അങ്ങയുടെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആ കുരിശുമരണത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയ നിത്യജീവനിലെ പ്രത്യാശയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ പുത്രൻ കുരിശിൽ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഞങ്ങളുടെ ജീവിതത്തിലെ വേദനകളെ ക്ഷമയോടെ നേരിടാൻ ഞങ്ങളെ സഹായിക്കട്ടെ. ശത്രുക്കളോട് ക്ഷമിക്കാനും പീഡിപ്പിക്കുന്നവർക്കായി പ്രാർത്ഥിക്കാനും യേശു കാണിച്ചു തന്ന ആ വലിയ മാതൃക ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിക്കണമേ. ഞങ്ങളുടെ സ്വാർത്ഥതയും അഹങ്കാരവും പാപങ്ങളും വെടിഞ്ഞ് മറ്റുള്ളവർക്കായി സ്വയം സമർപ്പിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. ലോകമെമ്പാടും ദുരിതം അനുഭവിക്കുന്നവർക്കും രോഗികൾക്കും അനാഥർക്കും അങ്ങയുടെ ആശ്വാസം പകരണമേ. അങ്ങയുടെ പീഡാനുഭവങ്ങളുടെ ഓർമ്മ ഞങ്ങളെ വിശുദ്ധിയിലേക്കും സ്നേഹത്തിലേക്കും നയിക്കട്ടെ. മരണം വഴി ജീവിതത്തെ കീഴടക്കിയ അങ്ങയുടെ സ്നേഹം എന്ന് ഞങ്ങളിൽ വസിക്കട്ടെ. ആമേൻ.